ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. യുഎഇയിൽ നേരിയ ഭൂചലനം. ഫലാദ് അൽ മുഅല്ല ആണ് പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 2.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ അപകടമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാദേശിക സമയം 5:51 ഭൂചലനമുണ്ടായത്. ഫോണിലൂടെ തട്ടിപ്പ് നടത്തിയ സംഘം പോലീസ് പിടിയിൽ. യുഎഇയിലെ അജ്മാൻ എമിറേറ്റ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയ 15-അംഗ സംഘമാണ് പിടിയിലായത്. തട്ടിപ്പിനായി ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും പിടികൂടി. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേന ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്ന സംഘമാണ് പിടിയിലായത്. അജ്മാൻ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. ബാങ്ക് അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനെന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ആളുകളിലേക്ക് എത്തുന്നത്. തുടർന്ന് വിവരങ്ങൾ കൈക്കലാക്കി പണം തട്ടിയെടുക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 15-അംഗ സംഘം വലയിലായത്. പിടിയിലായവരെല്ലാം ഏഷ്യൻ സ്വദേശികളാണെന്നും ഇവരിൽ നിന്ന് 19 മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പിടികൂടിയതായും അജ്മാൻ പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ അഹമ്മദ് സയ്യിദ് അൽ നുഐമി പറഞ്ഞു. ഇവർ കുറ്റം സമ്മതിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പോലീസ് ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങളോ OTPയോ പിൻ നമ്പറുകളോ ബാങ്ക് വിശദാംശങ്ങളോ ഫോൺ മുഖേന ആവശ്യപ്പെടില്ല എന്നും ഫോൺ വഴി അത്തരം വിവരങ്ങൾ ആര് ചോദിച്ചാലും നൽകരുതെന്നും അജ്മാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ദുബായ്. സൗദിയിൽ വിസിറ്റ് വിസയുള്ളവർ ഒളിച്ചോടിയാൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സേവനമായ അബ്ഷീർ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി. വിസ കാലാവധി തീർന്ന 14 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിന്നെ റദ്ദാക്കാനാകില്ല. വിസിറ്റ് വിസയിൽ സൗദിയിലെത്തി വിസ കാലാവധിക്കുള്ളിൽ തിരിച്ചു പോകാതെ ഒളിച്ചോടുന്നവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള, അതായത് ഹുറൂബാക്കാനുള്ള സൗകര്യമാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷീർ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചത്. ഇതുപ്രകാരം വ്യക്തിഗത വിസയിലോ കുടുംബ വിസയിലോ സൗദിയിലെത്തുന്നവർ നാട്ടിലേക്ക് മടങ്ങാതെ മുങ്ങിയാൽ അവരെ കൊണ്ടുവരുന്നവർക്ക് ഓൺലൈൻ വഴി പരാതി നൽകാം. വിസ കാലാവധി തീർന്ന് 7 ദിവസം കഴിഞ്ഞ ശേഷമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. വിസ കാലാവധി അവസാനിച്ച് 14 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരാളെക്കുറിച്ച് ഒരിക്കൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ അവസരം ലഭിക്കുകയുള്ളൂ. റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിന്നെ റദ്ദാക്കാനുള്ള അവസരമില്ല. വിസ കാലാവധി അവസാനിക്കാൻ 7 അതിൽ കുറവോ ദിവസം ബാക്കിയുള്ളപ്പോൾ വിസ പുതുക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ കാലാവധി തീർന്ന് 3 ദിവസത്തിന് ശേഷം വിസിറ്റ് വിസ പുതുക്കാൻ സാധിക്കില്ല. വിസ ഹോൾഡർ സൗദിയിലുണ്ടായിരിക്കുക, ഫീസ് അടക്കുക, പാസ്പോർട്ടിൽ കാലാവധി ഉണ്ടായിരിക്കുക, ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടായിരിക്കുക തുടങ്ങിയവയാണ് നിബന്ധന. ഗാർഹിക തൊഴിലാളികൾ ഒളിച്ചോടിയാൽ അതും റിപ്പോർട്ട് ചെയ്യാൻ, അതായത് ഹുറൂബാക്കാൻ അബ്ഷീർ വഴി സാധിക്കും. ഹുറൂബ് റദ്ദാക്കണമെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കണം. റദ്ദാക്കിയില്ലെങ്കിൽ 15 ദിവസത്തിന് ശേഷം ഹുറൂബായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും നാടുകടത്തുകയും ചെയ്യും. അതേസമയം ഹുറൂബ് കേസിൽപ്പെട്ട മറ്റു തൊഴിലാളികൾക്ക് ഹുറൂബ് നീക്കാനും പുതിയ സ്പോൺസറെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാനും ഇപ്പോൾ അവസരമുണ്ട്. ഡിസംബർ 1 മുതൽ ജനുവരി 29 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഡിസംബർ 1 മുമ്പ് ഹുറൂബായവർക്കാണ് ഇതിന് അവസരമുള്ളത്. ഖിവ പോർട്ടൽ വഴിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ടെക്സസിലെ മലയാളി സമാജം ഓഫ് ലീഗ് സിറ്റി സംഘടിപ്പിച്ച ലൈവ് തട്ടുകട വൻ വിജയം. 800ഓളം പേരുടെ പങ്കാളിത്തം കൊണ്ടാണ് അമേരിക്കൻ മലയാളികൾക്കിടയിൽ പരിപാടിക്ക് സ്വീകാര്യത ലഭിച്ചത്. 45 കുടുംബങ്ങൾ മാത്രമായി 2015 തുടക്കമിട്ട മലയാളി സമാജം ഓഫ് ലീഗ് സിറ്റി ഇന്ന് 200ഓളം കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ വേദി കൂടിയാണ്. സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും നന്മയുടെയും പ്രതിഫലനമാണ് സംഘടന നേതൃത്വം നൽകുന്ന ഓരോ പരിപാടികളും. നൂറിലധികം ഭക്ഷ്യവിഭവങ്ങൾ ലൈവായി പാകം ചെയ്ത് തികച്ചും ഫ്രീയായി അത് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇക്കുറി സംഘടന ശ്രദ്ധ പിടിച്ചുപറ്റിയത്. രുചി കൊണ്ടും മേന്മ കൊണ്ടും മികച്ച അഭിപ്രായം നേടാൻ പരിപാടിക്ക് കഴിഞ്ഞു. ക്രിസ്മസിന്റെ ആഘോഷത്തിന് ശേഷം ഇതാ ന്യൂ ഇയറിന്റെ ആഘോഷത്തിൽ 100 കണക്കിന് ഏതാണ്ട് 1000-ഓളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്ന വലിയ ഒരു ആഘോഷമാണ് ഇവിടെ കാണുന്നത്. 2015-ലാണിത് ഉത്സവം. 2015 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2016 വിപുലമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വരികയും ഇതുപോലുള്ള തട്ടുകട ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വലിയ രീതിയിൽ 1000-ഓളം ആളുകൾക്ക് ഞങ്ങൾക്ക് ലൈവായിട്ട് 100ഓളം വിഭവങ്ങൾ ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. 100ഓളം വിഭവങ്ങൾ. 4 സ്റ്റാളാണ് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് കടലോര തട്ടുകട. നമ്മൾ 100 കണക്കിന് വിഭവങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇവിടെ പങ്കെടുപ്പിക്കുകയാണ്. പ്രസിഡന്റ് ബിനീഷ് ജോസഫ് പകലോമറ്റും സെക്രട്ടറി ഡോക്ടർ രാജ്കുമാർ മേനൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 24 USA. Merry Christmas and a Happy New Year. Ho ho ho.
അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്ന 38 പേർ മരിച്ച സംഭവത്തിൽ ക്ഷമാപണം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അസർബൈജാൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ക്ഷമ ചോദിച്ചു. റഷ്യയുടെ വ്യോമ മേഖലയിൽ അപകടമുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് പുടിൻ. അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെയാണ് പുടിൻ ക്ഷമാപണം നടത്തിയത്. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം ആലിയേവിനെ ഫോണിൽ വിളിച്ചാണ് ഖേദം പ്രകടിപ്പിച്ചത്. റഷ്യയുടെ വ്യോമമേഖലയിൽ നടന്ന അപകടത്തിന് ക്ഷമ ചോദിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞു. ദാരുണമായ സംഭവമാണ് നടന്നതെന്നും ക്രെംലിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം യുക്രൈൻ ഡ്രോണുകൾ തടയുന്നതിനിടെയാണ് ദുരന്തമുണ്ടായതെന്നും പുടിൻ വ്യക്തമാക്കി. അപകടത്തിന് പിന്നിൽ റഷ്യയാണെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പുടിന്റെ നീക്കം. അപകടത്തിൽ 38 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ബാഹ്യ ഇടപെടലാണ് ദുരന്തത്തിന് കാരണമെന്നായിരുന്നു അസർബൈജാൻ എയർലൈൻസിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പുണ്യനഗരമായ മക്കയിൽ ആദ്യത്തെ ലുലു സ്റ്റോർ പ്രവർത്തനം തുടങ്ങി. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് കൂടി മികച്ച ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുകയാണ് പുതിയ ശാഖ. മക്കയിലേക്ക് ലുലുവിന്റെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി പറഞ്ഞു. മക്കയിലെ ഹറം പള്ളിക്ക് സമീപം ജബൽ ഒമറിലാണ് നഗരത്തിലെ ആദ്യത്തെ ലുലു സ്റ്റോർ പ്രവർത്തിക്കുന്നത്. ആഗോളതലത്തിൽ ലുലുവിന്റെ 250ാമത്തെ സ്റ്റോറാണിത്. പ്രദേശവാസികൾക്കും ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കും മികച്ച ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന ശാഖ 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കും. ജബൽ ഒമർ ഡെവലപ്മെന്റ് കമ്പനി ലീസിംഗ് മാനേജർ സഹേർ അബ്ദുൽ മജീദ് ഖാൻ മക്ക ലുലു സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജബൽ ഒമർ ഡെവലപ്മെന്റ് കമ്പനി ചീഫ് അസറ്റ് മാനേജ്മെന്റ് ഓഫീസർ സമീർ സബ്ര, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ്, റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുണ്യനഗരമായ മക്കയിലേക്കു കൂടി ലുലുവിന്റെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് MA അഷ്റഫ് അലി പറഞ്ഞു. 13,000-ഓളം ചതുരശ്രയടിയിലാണ് ലുലു പ്രവർത്തിക്കുന്നത്. എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്, ഫ്രഷ് ഫുഡ്, മൊബൈലുകൾക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കുമായി ലുലു കണക്ട്, വിപുലമായ വസ്ത്രശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോർ തുടങ്ങിയവയാണ് ഒരുക്കിയിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ സൗദിയിൽ 100 സ്റ്റോറുകളാണ് ലുലുവിന്റെ ലക്ഷ്യം. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. വർഷാവസാനത്തോടനുബന്ധിച്ച് വൻ ഓഫറുമായി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇയർ എൻഡ് ക്ലിയറൻസ് 2024 എന്ന പേരിൽ നടക്കുന്ന ഓഫർ ഈ മാസം 29, 30, 31 തീയതികളിലായി സൗദിയിലെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാകും. ഫാഷൻ, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും വമ്പൻ വിലക്കിഴിവ് ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. പുതുവർഷത്തെ വരവേൽക്കാൻ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം ഉറപ്പുവരുത്തുകയാണ് ലുലു ഗ്രൂപ്പ് എന്നും മാനേജ്മെന്റ് അറിയിച്ചു. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന സൂചന. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLAക്ക് പണം നൽകിയതിന്റെ കണക്ക് സൂചിപ്പിച്ചുള്ള NM വിജയന്റെ കത്ത് പുറത്തുവന്നത് വ്യാജ ഉടമ്പടി രേഖയാണെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. NM വിജയന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വയനാട് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വിഷം കഴിച്ച നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന NM വിജയനും മകൻ ജിജേഷും ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് CPIMന്റെ ആവശ്യം. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതായി സംശയമുണ്ടെന്നും CPIM ബത്തേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി R ജയപ്രകാശ് ആരോപിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു. അത് ചില ആളുകൾ എടുത്തു മാറ്റിയതാണ്. എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീട് ആദ്യമേ സന്ദർശിച്ച 2 പേരുണ്ട്. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ വിവരങ്ങൾ പുറത്തു വരും. മാത്രമല്ല, ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം നടന്നാൽ വസ്തുക്കളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് CPM എന്ന നിലയ്ക്ക് ഞങ്ങൾ പറയുന്നത്. അതിനിടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് NM വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ പരാതി പുറത്തുവന്നു. ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ 10 ലക്ഷം രൂപ ബത്തേരി MLA IC ബാലകൃഷ്ണനെ ഏൽപ്പിച്ചതായി പരാതിയിലുണ്ട്. പണമിടപാട് നടന്നതിന്റെ ഉടമ്പടി രേഖകൾ കൂടി പുറത്തുവന്നതോടെ കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് മുൻ DCC പ്രസിഡന്റ് കൂടിയായ IC ബാലകൃഷ്ണൻ. ഒരു വ്യാജരേഖ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വ്യാജരേഖയുമായി സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. ഇവിടെ നീതിയുക്തമായി പാർട്ടിക്കൊക്കെ വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി DCC പ്രസിഡന്റ് ND അപ്പച്ചൻ. സംഭവം ഉണ്ടാകാൻ എന്ത് കാരണം എന്നതിനെ സംബന്ധിച്ചുള്ളത് അറിയില്ല. അതിനെ സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അടങ്ങുന്ന അവരുടെ ഒരു അന്വേഷണം, ഇതിൽ സമഗ്രമായൊരു അന്വേഷണം നടന്നിട്ട് ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊക്കെ വിവരം അറിയിക്കുന്നതാണ്.
കൽപ്പറ്റയിലെ DCC ഓഫീസിലും ബത്തേരി മണിച്ചിറയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഇരുവരുടെയും മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 24 കോഴിക്കോട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പേരിൽ 5 പേർ CPM-ന്റെ പ്രധാന നേതാക്കളാണ്. ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A. പീതാംബരനടക്കം 14 പ്രതികളെയാണ് പ്രത്യേക CBI കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. 10-15 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞതിനാൽ പ്രധാന പ്രതികൾക്കുള്ള ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് CBI കോടതി വിധിയിൽ വ്യക്തമാക്കി. കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ച കുറ്റമാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടുന്ന 14, 20, 21, 22 പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. 14 പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷെ കൂടാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാവരും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത്തേക്കെല്ലാം സന്തോഷമുണ്ട്. കോടതി വിധി നല്ല സന്തോഷമാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേരിൽ 10 പേരും CBI പ്രതി ചേർത്ത 10-ൽ 4 പേരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. IPC 225 പ്രകാരം കുറ്റം തെളിഞ്ഞെങ്കിലും K. മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം. കേസ് CBI കെട്ടിപ്പൊക്കിയ കഥയാണെന്നും ഗൂഢാലോചനാവാദം പൊളിഞ്ഞെന്നും പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. ആ കഥ CBIയുടെ കഥ കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 16, 17, 18, 19 പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ടിരുന്നപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. എറണാകുളം CBI കോടതി ജഡ്ജ് N. ശേഷാദ്രിനാഥനാണ് വിധി പ്രസ്താവിച്ചത്. ജനുവരി 3-ന് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. S. ശ്രീകാന്ത്, 24 കൊച്ചി. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ. കേസിൽ 10 പേരെ വെറുതെ വിട്ടത് അംഗീകരിക്കാനാകില്ല എന്നും നിയമപരമായി നേരിടുമെന്നും കുടുംബം പറഞ്ഞു. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കൊച്ചി CBI കോടതി കേസ് പരിഗണിക്കുമ്പോൾ വികാരനിർഭരമായിരുന്നു കല്യാട്ടെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. പത്ത് പ്രതികളെ വെറുതെ വിട്ട നടപടി ശരിയായില്ലെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും ശരത്ലാലിന്റെ അമ്മ ലത. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തീരെ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരെന്നും ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നു. കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കണമെന്നും കൂടെ നിന്നൊറ്റിയവർക്കുള്ള മറുപടിയാണ് കോടതി വിധിയെന്നും കൃപേഷിന്റെ അമ്മ ബാലാമണി. നീതി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. ആ കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറെ കളി കളിച്ചു. കുറ്റക്കാരായ 10 പേരെ വെറുതെ വിട്ട നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കൃപേഷിന്റെ സഹോദരി കൃപ. 10 പേരെ വെറുതെ വിട്ടത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് ശിക്ഷ, കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ. കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരെയും പ്രയത്നം കൊണ്ടാണ് ഇതുവരെ എത്തിയത്. നമ്മളെ തുണയ്ക്കേണ്ടവരാണല്ലോ പ്രതികൾക്ക് കൂട്ടു നിന്നിട്ടുള്ളത്. അപ്പം അനുകൂലമായ വിധി തന്നെ വന്നു. ആർക്കും ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെ നമ്മളൊന്നും ചെയ്യില്ല. കൊലപാതകത്തിൽ പ്രധാന പങ്കുവഹിച്ചവരെയാണ് കോടതി വെറുതെ വിട്ടത്. ഇവർ ശിക്ഷിക്കപ്പെടണമെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണനും. 14 പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷെ കൂടാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാവരും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത്തേക്കെല്ലാം സന്തോഷമുണ്ട്. കോടതി വിധി നല്ല സന്തോഷമാണ്. ഇപ്പോൾ 14 പേർക്ക് ആ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കോടതി. അത് നമുക്ക് തൃപ്തരാണ്. കാരണം കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്.
പക്ഷേ ഗൂഢാലോചനയിൽ അവർ രക്ഷപ്പെട്ടത് തൃപ്തികരമല്ല. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടി നേതാക്കളടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടെ CPIM പ്രതിരോധത്തിൽ. പങ്കില്ലെന്ന് പറഞ്ഞ് പാർട്ടി കൈകഴുകിയ കേസിലാണ് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരായത്. CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് CPIMന്റെ തീരുമാനം. TP ചന്ദ്രശേഖരന്റെയും മട്ടന്നൂർ ഷുഹൈബിന്റെയും അരിങ്കൊലയ്ക്ക് ശേഷം CPIMനെ രാഷ്ട്രീയമായി ഏറെ പ്രതിസന്ധിയിലാക്കിയ സംഭവമാണ് പെരിയ ഇരട്ടക്കൊല. 2 യുവാക്കളെ വെട്ടിക്കൊന്ന കേസിൽ പാർട്ടി ബന്ധമുള്ളവർ പ്രതികളായിട്ടും പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനായിരുന്നു നേതൃത്വം ശ്രമിച്ചത്. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതോടെ CPIMന്റെ ഈ വാദം പൊളിഞ്ഞടുങ്ങി. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും, മേലെയും കോടതി ഉണ്ടല്ലോ. അപ്പീൽ പോകുമ്പോൾ അതിനുള്ള ചിലവ് പാർട്ടി തന്നെ കണ്ടെത്തേണ്ടി വരും. എന്നാൽ കേസിൽ CBI അന്വേഷണം തടയാൻ സുപ്രീംകോടതി വരെ നിയമവിധി നടത്തിയ സർക്കാർ ഖജനാവിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് പൊടിച്ചത്. പ്രതികളായ പാർട്ടി നേതാക്കളെ രക്ഷിക്കാൻ പൊതുപണം ചെലവിട്ടുന്ന ആക്ഷേപവും കോടതി വിധിയോടെ ശരിവെക്കപ്പെടുകയാണ്. ഈ കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് CPIMന് നേരെ ഇപ്പോൾ കുറേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. CPM ശരിയായ നിലപാട് മാത്രമേ എപ്പോഴും സ്വീകരിക്കാറുള്ളൂ. ഒരിക്കലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് പെരിയ ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. ഒരിക്കലും തകരില്ലെന്ന് കരുതിപ്പോന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ കൈവിട്ടു. 2024 അത് ആവർത്തിച്ചു. ഉദുമ നിയമസഭാ സീറ്റ് പോയില്ല എന്നത് മാത്രമാണ് CPIMന് ആശ്വാസം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി CPIMന് വീണ്ടും അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന് യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ അന്ത്യവിശ്രമം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ ഒരു യാത്ര അവസാനിക്കുന്നു. രാജ്യം അത്രമേൽ കടപ്പെട്ടിരിക്കുന്ന പ്രിയ മൻമോഹൻ സിംഗിന് രാജ്യമൊന്നാകെ ചേർന്ന് വിട ചൊല്ലി. രാവിലെ 8 മണിയോടെയാണ് മോത്തിലാൽ നെഹ്റു മാർഗിലെ വസതിയിൽ നിന്ന് ഭൗതികദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, P. ചിദംബരം അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്നാണ് AICC അങ്കണത്തിലേക്ക് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ശേഷം അരമണിക്കൂർ പൊതുദർശനം. 11:30 വിലാപയാത്രയെ യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക്. വഴി നിറയെ 100 കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു യാത്ര. നിഗംബോധ് ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം സിഖ് മതാചാര പ്രകാരമായിരുന്നു ചടങ്ങുകൾ. പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയ ഭരണാധികാരി അങ്ങനെ ഓർമ്മയാവുകയാണ്. അവസാന യാത്രയിൽ കക്ഷിഭേദമില്ലാതെ എല്ലാവരും പ്രശംസ കൊണ്ട് മൂടുമ്പോൾ ചരിത്രം തന്നോട് ദയ കാണിക്കും എന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ തന്നെയാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. ദില്ലിയിലെ നിഗംബോധ് ഘട്ടിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനും സ്മാരകം നിർമ്മിക്കുന്നതിനും പ്രത്യേക സ്ഥലം അനുവദിക്കാത്തതിൽ കോൺഗ്രസിൽ അമർഷം. മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ ബോധപൂർവം അപമാനിക്കുകയാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിക്കുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അതേസമയം ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിവാദങ്ങൾ പിന്തുടർന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്രയും. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിലോ രാജീവ് ഗാന്ധിയുടെ സ്മാരകം കുടികൊള്ളുന്ന വീർഭൂമിയിലോ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അന്ത്യകർമ്മങ്ങൾക്കും സംസ്കാര ചടങ്ങുകൾക്കും പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഈ ആവശ്യം പരിഗണിക്കാതെയാണ് മുൻ പ്രധാനമന്ത്രിയെ നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചത്. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ കേന്ദ്ര സർക്കാർ ബോധപൂർവം അപമാനിച്ചെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നടപടിക്ക് പിന്നിൽ മോദിയുടെയും BJPയുടെയും തരംതാണ രാഷ്ട്രീയമാണെന്നും വിമർശനം. മൻമോഹൻ സിംഗിന്റെ നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന് ഒത്ത
ഒരു ഫ്യൂണറൽ ചടങ്ങ് നടത്താനുള്ള അനുവാദം അവർ തന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥലം കണ്ടെത്താൻ വൈകി എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ അതിനകത്ത് അവർ കാണിച്ച ഏറ്റവും വലിയ നിരുത്തരവാദപരമായ നിലപാട്. വിവാദങ്ങൾ അനാവശ്യമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ സ്മാരകത്തിന് സ്ഥലം പിന്നീട് അനുവദിക്കാമെന്ന് കുടുംബത്തെ അറിയിച്ചു. 10 വർഷം ഭരിച്ചിട്ടും നരസിംഹറാവുവിന് സ്മാരകം നിർമ്മിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്ന വാദമുയർത്തി BJP പ്രതിരോധിച്ചു. കേന്ദ്ര നടപടിയിൽ ശിരോമണി അകാലിദളും പ്രതിഷേധമറിയിച്ചു. സ്ഥലപരിമിതി കാരണം 2013 UPA സർക്കാർ തന്നെയാണ് പ്രത്യേക സ്ഥലം നൽകേണ്ടതില്ലെന്ന തീരുമാനമെടുത്തതെന്നും ശ്രദ്ധേയമാണ്. 24 ഡൽഹി. മലയാള സിനിമാ വ്യവസായം വൻ പ്രതിസന്ധിയിലെന്ന നിർമ്മാതാക്കൾ ഈ വർഷം മാത്രമുണ്ടായത് 700 കോടിയുടെ നഷ്ടം. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവർത്തിച്ചു. സിനിമകളുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളതെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് 199 ചിത്രങ്ങൾ. റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്ത പഴയകാല ചിത്രങ്ങൾ 5. സൂപ്പർ ഹിറ്റ്, ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ചത് വെറും 26 സിനിമകൾ. ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോയെന്നും നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 24 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്ത ദേവദൂതൻ ഭേദപ്പെട്ട കളക്ഷൻ നേടി. 26 ചിത്രങ്ങളിൽ നിന്ന് 300 മുതൽ 350 കോടി രൂപയുടെ ലാഭം ലഭിച്ചപ്പോൾ ബാക്കിയുള്ള ചിത്രങ്ങളിൽ നിന്ന് 700 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറായേ മതിയാവൂ എന്നാണ് സംഘടന ആവർത്തിക്കുന്നത്. സിനിമകളുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളത്. പ്രതിഫലത്തിൽ അഭിനേതാക്കൾ കുറവ് വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിഫലം കൂട്ടുകയാണ് പലരും ചെയ്യുന്നതെന്നും നിർമ്മാതാക്കൾ വിമർശിക്കുന്നു. പുതുവർഷത്തിൽ കൂടുതൽ സാമ്പത്തിക അച്ചടക്കവും നേട്ടവും സിനിമാ വ്യവസായത്തിനുണ്ടാകാൻ എല്ലാവരും നിർമ്മാതാക്കളോട് സഹകരിച്ച് മുന്നോട്ടു പോകണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. 24 കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.